ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. കിട്ടിയായിരുന്നോ? ചില കുഞ്ഞുങ്ങൾ ഉഴപ്പിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പോയത് മേടിച്ചു കേട്ടോ. സഹോദരൻ, കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ അല്ലേ കേട്ടോ. കുഞ്ഞുങ്ങളെ ആദ്യം ഒന്ന് സ്നേഹിക്കുന്നതാണ്, ഒരു പിടിച്ചു കിട്ടണ്ടേ. സഹോദരൻ, ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഫോർ യുവർ ഓൺ ഇന്റൻഷൻ. അത് വാട്സപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചവർ, മെയിൽ അയച്ചവർ, ഇത്രയും പേരെ സാക്ഷ്യങ്ങൾ പെട്ടെന്ന് അയക്കും. നിങ്ങൾ സാക്ഷ്യങ്ങൾ വാട്സപ്പിൽ അയച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മെയിലിലോ അല്ലെങ്കിൽ പോസ്റ്റൊക്കെ ആയിട്ട് അയക്കുന്നതല്ല കേട്ടോ. ഈ ദിവസങ്ങൾക്ക് സാക്ഷ്യം വായിക്കും, 2 ദിവസങ്ങൾ കഴിയട്ടെ. പ്രൈസ് അല്ലോ. ഇന്ന് പ്രത്യേകിച്ച് നന്മ പറഞ്ഞ് നിങ്ങൾ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം 12:6 തലക്കെട്ട് ഇങ്ങനെയാണ്: കർത്താവിന്റെ വാഗ്ദാനങ്ങൾ മാറിയല്ല. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. കർത്താവ് ഒരു കാര്യം, ഇതിന് തത്തുല്യമായ പല വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പറയാം, കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് അല്ലേ? ഈശോ മിശിഹായെ വാഗ്ദാനം ചെയ്തു ഇത്രയും നാളുകൾക്ക് മുമ്പാണ്. പക്ഷെ അതെല്ലാം അങ്ങോട്ട് നിറവേറി. ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് വാഗ്ദാന വചനങ്ങൾ ഒന്നും ഒരിക്കലും മാറ്റം വരികയില്ല. അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ചില വാഗ്ദാനങ്ങൾ. നിങ്ങൾ സാഹചര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ അപ്സെറ്റ് ആകരുത്. അതാണ് സങ്കീർത്തനം 12:6. അതിന് പറയുന്നത് എന്താണെന്നറിയാം സഹോദരങ്ങളെ? കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. കഴിഞ്ഞില്ല, അത് ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. ഇപ്പൊ നിങ്ങള് ഈ സ്വർണത്തിന്റെ പരസ്യമൊക്കെ എഴുതുമ്പോൾ കാണും അല്ലെ, ഇത്ര ക്യാരറ്റ്, ഇത്ര ശുദ്ധ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് വില പോലെ കാണും. എന്ന് പറയുന്നത് പോലെ പറഞ്ഞിരിക്കുക. കർത്താവിന് നിർമ്മലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാലിന്യമോ മലിനതയോ ഇല്ല. കാരണം ദൈവമാണ് അല്ലെ, സംശയമേ വേണ്ട. അതിനകത്ത് കബടിപ്പിക്കുക. നമ്മളിപ്പോ പല മോഹന വാഗ്ദാനങ്ങളും തന്നിട്ട് പറ്റിക്കും. അത് നമ്മുടെ ഒരു സ്വഭാവ രീതിയാണല്ലോ. ഇതങ്ങനെയല്ല. എന്നിട്ട് പോലെ പറയാം, ഉലയിൽ 7 ആവർത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇങ്ങനെ ശുദ്ധി ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ, പല റൗണ്ട് ശുദ്ധി ചെയ്ത് 7 ആവർത്തി എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം തരാം. 7 എന്ന് പറഞ്ഞ ബൈബിൾ പൂർണ്ണതയുടെ പ്രതീകമാണ്. 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പോട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലെ. പിന്നെ പണ്ട് ഈ വളരെ ചെറുപ്രായത്തിൽ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതലൊക്കെ ധ്യാനം കൂടാൻ വേണ്ടി തുടങ്ങിയതാണ്. അതൊക്കെ ഒരുപാട് മനുഷ്യര്, നല്ല കൃപയുള്ള മനുഷ്യരെ, ഇന്ന് ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള രീതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ മനുഷ്യരത് വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, ആത്മായ ശുശ്രൂഷകരുണ്ട്, വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട്, ഉള്ളവരുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒറ്റ വാഗ്ദാനം പോലും അങ്ങ് മാറ്റം വന്നിട്ടില്ല. ഞാനതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കാലഘട്ടം അങ്ങനെ ഞങ്ങൾ നിറവേറും. എനിക്കിത് പറയുമ്പോൾ ഭയങ്കര വിശ്വാസമാണ് ഈ കാര്യത്തിൽ. സ്ഥലമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞാൽ മെസ്സേജ് ചോദിച്ചു പോയി അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലെ കർത്താവ് ശക്തമായ മെസ്സേജ് ഉള്ളിൽ തരും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് തരും. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം കേട്ടോ. പുറകോട്ട് പോകരുത്. ഈ വചനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു കൃപയുടെ അഭിഷേകം വ്യാപരിക്കും. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ചെറുതായിട്ട് ഈ മഴ പെയ്യുന്ന ഈ ഒരു സമയത്ത് അത് സ്വർഗത്തിന്റെ അനുഗ്രഹമായി കണ്ട് ഇവരെ ബ്ലെസ് ചെയ്യാണ്. എന്റെ ഈശോയെ, കർത്താവിന്റെ വാഗ്ദാനങ്ങളും വിശ്വസ്തനാണെന്ന വചനമൊക്കെ ഓർത്ത് ആശീർവദിക്കുക. അതിൽ ശരണപ്പെടും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ യോഗ്യരാകാമെന്ന കർത്താവിന്റെ മേലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. എല്ലാ തിന്മകളും പൈശാചി ബന്ധനങ്ങൾ ശല്യം യേശു നാമത്തിൽ ബന്ധം വിട്ടുമാറി പോട്ടെ. കർത്താവ് ഇവരുടെ എല്ലാ നിയോഗങ്ങളും, ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും മധ്യസ്ഥ പ്രാർത്ഥന എല്ലാത്തിനും ആശീർവദിക്കുന്നു. യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.